നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. പൗർണമി ദിവസം ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കേണ്ട വിധത്തെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. പൗർണമിയിൽ എല്ലാവരും ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ വർഷം ഫുള്ളായിട്ട് നമുക്ക് നല്ലതായിട്ട് വന്ന് ഭവിക്കുന്നതാണ്. ഇതിന് സമയം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പൂർണ്ണചന്ദ്രനെ ആദ്യമായി കാണുമ്പോൾ തന്നെ ഇത് ചെയ്യണം. അതായത് ആകാശത്തിൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ ആ സമയത്ത് ആദ്യം പൂർണ്ണചന്ദ്രനെ എപ്പോൾ കാണുന്നുവോ, അതായത് ചന്ദ്രൻ ഭൂമിയിൽ പതിയുമ്പോൾ തന്നെ ചെയ്യണം. ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. വീടിനുള്ളിലിരുന്ന് ചെയ്യാം, വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് ചെയ്യാം, വീടിന് മുന്നിലിരുന്ന് ചെയ്യാം. അതുപോലെ തന്നെ ടെറസിൽ പോയിരുന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ചെയറിലോ നിലത്തോ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നാൽ നിലത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ വെറും തറയിലിരിക്കാൻ പാടില്ല. ഒരു പായയോ ഒരു ഷീറ്റോ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് വേണം ചെയ്യാൻ. എവിടെ ഇരുന്നാലും ചന്ദ്രൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ വീഴുന്ന രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. അതായത് നമ്മൾ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാൻ പറ്റുന്ന രീതി, അങ്ങനെയുള്ള പൊസിഷനിൽ വേണം ഇരിക്കാൻ. അതിനുശേഷം വേണം പ്രാർത്ഥിച്ചു തുടങ്ങാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇരിക്കുമ്പോൾ മനസ്സിനെ അങ്ങ് ഫ്രീ ആക്കി വിടുക, അതായത് പൂർണ്ണമായും സ്വതന്ത്രത്തോടെ വിടുക. വേറെ ഒന്നും ചിന്തിച്ചിട്ട് മനസ്സിനെ അങ്കലാപ്പിലാക്കാതിരിക്കുക, ഫ്രീ ആയിട്ട് വിടുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനോട് പറയണം, 2024 ജാനുവരി മുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ സോൾവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രോബ്ലം, ഒരു നിലയിലും നമ്മളെ കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത പ്രശ്നമായിരിക്കണം. അത് ചന്ദ്രഭഗവാനോട് പറയുക. ആ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം, കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്ത കാര്യം, അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ. അത് നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഇല്ല. അതിനൊരു സൊല്യൂഷൻ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റാത്തിടത്തോളം കാലം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നേറി തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എത്ര വിചാരിച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. അതിപ്പോൾ കടത്തിൻ്റെ കാര്യമായാലും ജോലിക്കാര്യമായാലും അല്ല, കുടുംബ പ്രശ്നമായാലും കല്യാണ കാര്യമായാലും ഏതായാലും ഭഗവാനോട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് 1 മിനിറ്റ്, അതായത് ഒരു 60 സെക്കൻഡ് മിണ്ടാതിരിക്കുക. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് എത്തണമല്ലോ, ദൈവത്തിനെ അറിയണമല്ലോ. അത് കഴിഞ്ഞിട്ട്, അതായത് ഈ 60 സെക്കൻഡ് കഴിഞ്ഞിട്ട് ചന്ദ്രഭഗവാനോട് പറയണം, ഈ പ്രോബ്ലം സോൾവ് ആയി എന്ന്. അതായത് നമ്മൾ പറഞ്ഞ ഈ പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് ഭഗവാനോട് പറയണം. ഇത്രയും വലിയ ഒരു പ്രോബ്ലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിഹരിക്കപ്പെട്ടു ഭഗവാനെ എന്ന് പറയുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുറേ കടമുള്ള ആളാണെങ്കിൽ മുഴുവൻ കൊടുത്തു തീർത്ത് ഇപ്പോൾ ആർക്കും ഞാൻ കടക്കാരനല്ല, ഇനി ഒരു കടവും എനിക്കില്ല, ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് ചന്ദ്രഭഗവാനോട് പറയുക. അല്ല, ജോലിയെക്കുറിച്ചാണെങ്കിൽ, ഞാൻ പുതിയ ജോലിയിൽ പ്രവേശിച്ചു, ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെയാണ്, ആഗ്രഹിച്ച വേതനത്തിൽ എനിക്ക് കിട്ടിയത്, ജീവിതം വളരെ സന്തോഷമായി പോകുന്നുണ്ട്, ഇങ്ങനെ പറയണം. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് ചെയ്തത്. നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഒന്നും തന്നെയില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ചിന്തിക്കുകയാണ് ചെയ്തത്. ഇതിന് ശേഷമാണ് യഥാർത്ഥ പരിഹാരത്തിലേക്ക് കടക്കുന്നത്. യഥാർത്ഥ പരിഹാരം എന്നാൽ നമ്മൾ ഇരിക്കുന്ന ഇടത്തിൽ തന്നെ ഇരിക്കുക. ആ പൊസിഷനിൽ ചന്ദ്രൻ്റെ കിരണങ്ങൾ നമുക്ക് പതിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ചന്ദ്രൻ്റെ കിരണങ്ങൾ തലയിൽ കൂടി വീണ് ശരീരത്തിലൂടെ പാദത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു ദിശ നോക്കിയാണല്ലോ നാം ഇരിക്കുന്നത്. ഈ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി മാറിപ്പോകുന്നതായിട്ട് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അതായത് അവിടെ ഇരുന്ന് ചന്ദ്രൻ്റെ കിരണങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ശരീരം മൊത്തം വ്യാപിച്ച് പാദത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് നെഗറ്റീവ് എനർജിയാണെന്ന് ഇമാജിൻ ചെയ്തു. അങ്ങനെ ഒരു ഫീൽ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക.
അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ സ്വയമേ ചിന്തിക്കുക, നെഗറ്റീവ് എനർജി എല്ലാം പോയി, അപ്പോൾ ശരീരം ഫുള്ളി പോസിറ്റീവ് എനർജി ആണെന്ന്. തലയിൽ കൂടെ, ശരീരത്തിൽ കൂടെ, പാദത്തിൽ കൂടെ കിരണങ്ങൾ നെഗറ്റീവ് എനർജി ആയിട്ട് പുറത്തു പോയി, എല്ലാ നെഗറ്റീവ് എനർജി പോയി, ഇപ്പോൾ ഫുൾ പോസിറ്റീവ് എനർജിയിലാണ് ശരീരം ഇരിക്കുന്നതെന്ന് സ്വയം ചിന്തിക്കുക. നമ്മൾ നല്ല ഹാപ്പിയാണ്, ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് ചിന്തിക്കുക. എന്നിട്ട് 3 തവണ, അതായത് 3 times പറയുക, പ്രപഞ്ചമേ നന്ദി, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. പ്രപഞ്ചമേ നന്ദി, പ്രപഞ്ചമേ നന്ദി, പ്രപഞ്ചമേ നന്ദി. എന്നിട്ട് കുറച്ച് സമയം മിണ്ടാതിരിക്കുക, സൈലൻ്റായിട്ടിരിക്കുക. ദെൻ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. ഇതിനെ പറയുന്നത് മൂൺ ബാത്ത് എന്നാണ്, അതായത് ചന്ദ്രസ്നാനം എന്ന്. ഈ മൂൺ ബാത്ത് ചെയ്യുന്നതിലൂടെ ലൈഫ് ഫുള്ളി സക്സസ്ഫുൾ ആവും എന്നാണ്. നമ്മൾ ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും എന്നാണ്. ദൃഷ്ടിദോഷം, നാവ്ദോഷം എല്ലാം മാറിക്കിട്ടും. അതിനാൽ എല്ലാവരും പൗർണമി ദിവസം ഈ നിമിഷം മിസ് ചെയ്യാതെ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കണം. 2024 എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലതായിട്ട് നടക്കാൻ വേണ്ടി നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഡോണ്ട് മിസ് ദിസ് വാല്യുബിൾ ഡേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.